നമസ്കാരം. ഈ കഴിഞ്ഞ മെയ് 27-ാം തീയതി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി ഒരു റെയ്ഡ് നടത്തുകയുണ്ടായി. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിയിലേക്ക് CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തെ തുടർന്നുള്ള റെയ്ഡാണ് അന്ന് പിണറായി വിജയന്റെ വീട്ടിൽ നടന്നത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള ഈ വീട്ടിൽ ഇഡി രാവിലെ 5:30 റെയ്ഡ് ആരംഭിച്ച് പിന്നീട് 10 മണിക്കൂർ നേരം അവരുടെ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അന്ന് ഇഡി റെയ്ഡ് നടക്കുന്ന വിവരം തിരുവനന്തപുരത്തുള്ള എല്ലാ CPM-കാരെയും ആബാലവൃദ്ധ CPM ജനങ്ങളെയും അറിയിച്ച് അവരെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു CPM-ന്റെ പ്രാദേശിക നേതാക്കളും CPM-ന്റെ മുൻ MLA-മാരും മുൻ മന്ത്രിമാരും CPM-ന്റെ MP-മാരടക്കമുള്ള ആളുകൾ ചെയ്തത്. ജില്ലാ സെക്രട്ടറി വി ജോയി, അതുപോലെ മുൻ മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ, MP ജോൺ ബ്രിട്ടാസ് എന്നിങ്ങനെ നിരവധി സമുന്നതരായ CPM-ന്റെ നേതാക്കൾ, അതുപോലെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ള പ്രവർത്തകരും അണികളും എല്ലാവരും ചേർന്ന് അവിടെ പിണറായി വിജയന്റെ വീട്ടിൽ ഇഡിക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത്. റോഡിൽ കുത്തിയിരുന്നും അതുപോലെ കയ്യിൽ കിട്ടിയ കുറുവടിയും ഇഷ്ടികയും ചീമുട്ടയും വെള്ളം നിറച്ച കുപ്പിയുമെല്ലാം ഇഡി റെയ്ഡ് നടക്കുന്ന വീട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്നു. അതുപോലെ ഇഡി റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ 3 കാറിൽ സഞ്ചരിച്ചിരുന്ന ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന കാഴ്ചയും ഇന്ത്യ കണ്ട് ഞെട്ടിത്തരിച്ചു. തത്സമയ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് ഇത് ലോകം കണ്ടറിഞ്ഞത്. ഇഡി ഉദ്യോഗസ്ഥർ വീണ വിജയനെ ചോദ്യം ചെയ്ത് അവിടെ നിന്നും അവരുടെ വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോകുമ്പോൾ, അതായത് അവരുടെ രേഖകളെല്ലാം കണ്ടുകെട്ടി കാറിൽ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി തന്നെയാണ് അവർ അപ്പോൾ സഞ്ചരിച്ചിരുന്നത്. അവർ റെയ്ഡ് കഴിഞ്ഞ് തിരിച്ച് അവരുടെ ഓഫീസിൽ എത്തുന്നത് വരെ അവർ ഡ്യൂട്ടിയിലാണ് എന്നുള്ളതായിരുന്നു ആ ജോലിയുടെ ഒരു പ്രത്യേകത. അന്ന് വീണയെ ചോദ്യം ചെയ്തു. ഏതാണ്ട് 10 മണിക്കൂർ നേരം നീണ്ട റെയ്ഡ് കഴിഞ്ഞ് അവർ വീണ വിജയന്റെ ബാങ്ക് ഡീറ്റെയിൽസ് എടുത്തു, ബാങ്ക് പാസ്ബുക്ക് എടുത്തുകൊണ്ടു പോകുന്നു. അതുപോലെ അതിനുശേഷം ബാങ്കിലെ 19 കോടി രൂപയോളം ഫ്രീസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല പരിപാടികൾ നടക്കുന്നു. അല്ലെങ്കിൽ ഇത്തരം രേഖകളുമായി ഇഡി മടങ്ങുമ്പോഴാണ് CPM-ന്റെ അണികളും പ്രവർത്തകരും മുൻ മന്ത്രിമാരും MPയും സംസ്ഥാന സെക്രട്ടറിയും എല്ലാം അടങ്ങുന്ന ഒരു സംഘം ഇഡിയെ ആക്രമിക്കുന്നത്. ഇഡി സഞ്ചരിച്ച മൂന്ന് കാറുകൾ തല്ലി തകർത്തു. കാറിന്റെ ചില്ല് തുളഞ്ഞ് കയറി ഈ ഇഡിയുടെ കാറിന്റെ ഡ്രൈവറുടെ കണ്ണിൽ പരിക്ക് പറ്റി. പിന്നീട് അടുത്ത് കണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയാണ് ഈ പ്രവർത്തകരുടെ അക്രമത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടത്. പോലീസ് സംഘം സ്ഥലത്തെത്തി ഇഡിയെ ആക്രമിച്ച കേസിൽ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തു. 26 പേരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ 26 പേരെയും പിന്നീട് റിമാൻഡ് ചെയ്തു. അതിൽ ഒരാൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയുടെ ചില ഇടപെടലുകൾ മൂലം ഒരാൾക്ക് ജാമ്യം കിട്ടി, അയാൾ വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ബാക്കി 25 പേരും ഇപ്പോൾ ജയിലിൽ കഴിയുന്നു. അവർക്ക് വേണ്ടി ഹൈക്കോടതിയിലെ ഇന്ത്യയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരാണ് ഇന്ന് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ വിചാരണയിൽ പങ്കെടുക്കുന്നത്. അതായത് ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുന്നു ഹൈക്കോടതി. ഈ 25 പേർക്കും ജാമ്യം ലഭിക്കുവാൻ വേണ്ടി അവർ ഹർജി നൽകിയിരിക്കുന്നു. CPM ഇവർക്ക് വേണ്ടി ഹാജരാക്കിയിരിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മുതിർന്ന അഭിഭാഷകരെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. എന്നാൽ ഈ കേസിൽ, അതായത് ഇഡിയെ ആക്രമിച്ച കേസിൽ ഇഡിക്കെതിരെ വധശ്രമമാണ് പോലീസ് ഈ അക്രമകാരികൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇഡിയും ഈ കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നു. ഞങ്ങളുടെ കൂടി വാദം കേട്ടതിന് ശേഷം മാത്രമേ ഇവർക്ക് ജാമ്യം നൽകാവൂ എന്ന് ഇഡി കൂടി കോടതിയിൽ ഈ കേസിൽ കക്ഷി ചേർന്നതോടുകൂടി ഇവർക്ക്, അതായത് ഇപ്പോൾ ജയിലിലുള്ള 25 പേർക്ക് ജാമ്യം കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ഇഡി ഉദ്യോഗസ്ഥന്മാർ അന്ന് 7 പേരാണ് 3 കാറുകളിലായി ഉണ്ടായിരുന്നത്. ഈ 7 പേരും തങ്ങൾക്കുണ്ടാക്കിയ മാനനഷ്ടവും അതുപോലെ തങ്ങൾക്കുണ്ടായ മാനസിക പിരിമുറുക്കങ്ങളും തങ്ങൾക്കുണ്ടായ ശാരീരിക ക്ലേശങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് 1 കോടി രൂപ വീതം ഓരോരുത്തർക്കും മാനനഷ്ടം നൽകണം, നഷ്ടപരിഹാരം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരെ 25 പേർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഈ 7 കോടി രൂപ കെട്ടിവച്ചാലല്ലാതെ ഇവർക്ക് ജാമ്യം കിട്ടുക അസാധ്യമാണ് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കേരള ഹൈക്കോടതിയിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരെയും
മണിക്കൂറുകൾക്ക് വൻ ലക്ഷങ്ങൾ, അതായത് വൻ തുകകൾ പ്രതിഫലം വാങ്ങിക്കുന്ന അഭിഭാഷകരെ തന്നെയാണ് ഈ 25 പ്രതികൾക്ക് വേണ്ടി, ഇ ഡി ആക്രമിച്ച് 25 പ്രതികൾക്ക് വേണ്ടി CPM ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. എന്നാൽ ഇത് സുസംഘടിതമായ ഒരു ആക്രമണമായിരുന്നു എന്നും പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ കേരള പോലീസിന് വരെ ED അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതീവ രഹസ്യമായി റെയ്ഡ് നടക്കുന്ന വിവരം പിണറായി വിജയൻ എന്ന CPM നേതാവിന്റെ, മുൻ മുഖ്യമന്ത്രിയുടെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്ന വിവരം അറിഞ്ഞ് പല CPM നേതാക്കളും ജില്ലയിലുള്ള CPM അണികളെയും പ്രവർത്തകരെയും പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റം. അതായത് സുസംഘടിതമായി ED ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പ്രവർത്തനം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം വിചാരണ സമയത്ത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ഇതിലൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥരും പറയുന്നത്. പരമരഹസ്യമായി, അതീവ രഹസ്യമായി കേരള പോലീസിനെ പോലും അറിയിക്കാതെ നടത്തിയ ഒരു റെയ്ഡ് വിവരം എങ്ങനെയാണ് പുറത്തെത്തിയത്? പുറത്തു വന്നെങ്കിൽ തന്നെ ഇത്തരം ആളുകൾ, ഏതാണ്ട് 1000-ലധികം ആളുകൾ എങ്ങനെയാണ് പിണറായി വിജയന്റെ വീടിന് മുൻവശത്ത് തടിച്ചുകൂടിയത്? ഇതിന് കൃത്യമായി CPM നേതാക്കന്മാരുടെയും അണികളുടെയും എല്ലാം വാട്സപ്പ് സന്ദേശങ്ങൾ വഴിയാണ് ജനങ്ങളെ അവിടെ ഒരുമിച്ച് കൂട്ടിയത്, CPM പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്നും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സംഘടിതമായി ED ഉദ്യോഗസ്ഥരെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു കൃത്യം നടന്നിരിക്കുന്നത് എന്ന് EDക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരും വാദിക്കും. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ഈ കേസ് വളരെ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവർ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, അവർ തെളിവുമായി മടങ്ങുമ്പോൾ അവരുടെ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുക, അതുപോലെ അവരെ കയ്യേറ്റം ചെയ്യുക, അവരുടെ ജോലി തടസ്സപ്പെടുക, വധശ്രമത്തിന് ഉദ്യമം നടത്തുക, ഇത്തരം കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെയാണ് ഉപദ്രവിച്ചിരിക്കുന്നതിന്റെ പേരിൽ ഇനി കേസ് കേരള ഹൈക്കോടതിയിൽ നിന്നും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ പേരിൽ ഡൽഹി ജുഡിഷ്യലിലേക്ക് ഈ കേസ് മാറുകയാണെങ്കിൽ തീർച്ചയായും ഈ 25 പേരും കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ള അത്തരം ആളുകളുമെല്ലാം ഇനി ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ജുഡിഷ്യലിലേക്ക് കേസുകൾ മാറി കൈകാര്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ തീഹാർ ജയിലിൽ തന്നെ ഇവർ പോയി കിടക്കേണ്ടതായി വരും എന്നൊക്കെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും EDയെ ആക്രമിച്ച കേസിൽ ഇന്ന് ഈ 25 പേർക്ക് ജാമ്യ ഹർജിയിൽ വിചാരണ നടക്കുമ്പോൾ തീർച്ചയായും EDയും വളരെ ശക്തമായി തന്നെ രംഗത്ത് നിൽക്കുന്നു. പിണറായി വിജയൻ എന്ന CPMന്റെ നേതാവിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് മകൾക്കെതിരെ എന്ന മട്ടിൽ ഇങ്ങനെ ഒരു കേസ് എടുക്കുന്നത് എന്നൊക്കെയാണ് അന്ന് പിണറായി വിജയന്റെ വീടിന് മുൻവശത്ത് തടിച്ചുകൂടിയ CPMകാർ പറഞ്ഞത്. എന്നാൽ റെയ്ഡ് കഴിഞ്ഞ് ED മടങ്ങിയ സമയത്ത് പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ED എന്നോടൊന്നും ചോദിച്ചില്ല, വീണയോട് എന്തൊക്കെ ചോദിക്കുന്നു കേട്ടോ അവർ മറുപടി പറഞ്ഞു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് പിണറായി വിജയനെ അന്ന് ED ചോദ്യം ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, CPMൽ മെമ്പർ പോലുമില്ല. പിണറായി വിജയൻ നിയമസഭയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന് കൊടുത്ത മറുപടിയും അത് തന്നെയാണ്. CMRL എന്ന കമ്പനി എക്സാലോജിക് എന്ന കമ്പനിയുമായി നടത്തിയ ഇടപാടാണ്. ഈ 2 കമ്പനികൾ ചേർന്ന് നടത്തിയ ഇടപാടിൽ അവർ GSTയും അടച്ചിട്ടുണ്ട്. ആദായ നീതി വകുപ്പിന്റെ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിൽ വീണ 2.87 കോടി വാങ്ങി എന്നുള്ളതിന് അവർ GST മേടിച്ചിട്ടുണ്ട്. അപ്പൊ 2 കമ്പനികൾ തമ്മിൽ നടന്നിരിക്കുന്ന ഇടപാടിന് എന്തിനാണ് വീണ എന്റെ മകളായി പോയതുകൊണ്ട് മാത്രം അവർക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ല? എന്തിനാണ് വീട്ടിലിരിക്കുന്നവരെ സഭയിലേക്ക് വലിച്ചടിക്കുന്നത്? എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല എന്നൊക്കെയാണ് അന്ന് പിണറായി വിജയൻ നിയമസഭയിലും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു സ്വതന്ത്ര വ്യക്തിയായ വീണ മറ്റൊരു കമ്പനിയുമായി നടത്തിയ ഇടപാടിൽ റെയ്ഡ് നടക്കുമ്പോൾ എന്തിനാണ് CPMകാർ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടുന്നത്, EDയെ ഉപദ്രവിക്കുന്നത്? വീണ CPMകാരി പോലുമല്ല. മാത്രമല്ല വീണയെ അതിനുശേഷം 2 തവണ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 10 മണിക്കൂർ 2 തവണയായി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും റെയ്ഡ് നടത്തുകയുണ്ടായി. അപ്പോഴൊന്നും CPMകാരുടെ പൊടി പോലും ആ ഇടങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ CPMകാർക്കും കാര്യങ്ങൾ പിടിയിട്ടിയിരിക്കുന്നു. ഇനി ഈ മട്ടിന് പോയാൽ കാര്യങ്ങൾ ശരിയാവില്ല. വീണ സ്വതന്ത്രമായ വ്യക്തി തന്നെയാണ്. അവർ മാസപ്പടിയോ അല്ലെങ്കിൽ കള്ളപ്പണമോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കേസ് നടത്തട്ടെ എന്ന് CPMും ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ 25 പേരുടെ കാര്യം ഏതാണ്ട് നിയമപരമായ സങ്കീർണമായ വ്യവഹാരത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവർക്ക് ജാമ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 7 കോടി രൂപ കൊടുക്കണം എന്നുള്ളതിൽ അവർ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ പോലും 7 കോടി രൂപ കെട്ടിവെക്കേണ്ടതായി വരും എന്നുകൂടി നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുക വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക
എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.